എക്സസൈസ് 8.1 12th ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ചെയ്യുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. ABCD is a trapezium in which AB parallel to CD and AD equal to BC. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ABCD ഒരു ട്രപ്പീസിയം ആണ്. അതിൽ AB parallel to CD ആണ്. അതുപോലെ നോൺ പാരലൽ സൈഡ്സ് ആണ് ADയും BCയും. അത് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ B എന്ന് പ്രൂവ് ചെയ്യണം. അതുപോലെ ആംഗിൾ C ഈക്വൽ ടു ആംഗിൾ D എന്ന് പ്രൂവ് ചെയ്യണം. പിന്നെ ട്രയാംഗിൾ ABC അത് നമ്മൾ ഈ ഡയഗണൽ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. ട്രയാംഗിൾ ABCയും അതുപോലെ ഈ BD ഡയഗണൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ BAD കിട്ടും. അത് രണ്ടും കോൺഗ്രന്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അതുപോലെ ആ രണ്ട് ഡയഗണലും ഈക്വൽ ആണെന്നും കൂടി പ്രൂവ് ചെയ്യണം. അപ്പൊ എങ്ങനെ പ്രൂവ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ ഗിവൺ എന്താണ് ഗിവൺ എന്നുള്ളത് എഴുതാം. ABCD is a trapezium. ABCD is a trapezium. അതിൽ നമുക്ക് എന്തൊക്കെയാ ഗിവൺ? AB parallel to CD, AD equal to BC. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഗിവൺ. ഇനി ഫസ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ B എന്ന് പ്രൂവ് ചെയ്യണം. ആംഗിൾ A ആംഗിൾ Bക്ക് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ കൺസ്ട്രക്ഷൻ ഡ്രോ CE പാരലൽ ടു AD. CE ADക്ക് പാരലൽ ആയിട്ട് വരണം. ഡ്രോ CE പാരലൽ ടു AD. അപ്പൊ ഇതിന് പാരലൽ ആയിട്ട് വരണം. അപ്പൊ ADയും Cയും പാരലായി. ഇവിടെ നമുക്കറിയാം AB പാരലൽ ടു CD ആണ്. AB പാരലൽ ടു CD ആണെങ്കിൽ നമുക്ക് എന്തു അറിയാം? AE, അതായത് ആ ലൈനാണ് നീട്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ AE പാരലൽ ടു CD ആയിരിക്കും. AB CDക്ക് പാരലൽ ആണെങ്കിൽ AE എന്തിന് പാരലൽ ആയിരിക്കും? CDക്ക് പാരലൽ ആയിരിക്കും. അതുപോലെ നമ്മുടെ കൺസ്ട്രക്ഷൻ AD പാരലൽ ടു CE ആണ്. AD പാരലൽ ടു CE ബൈ കൺസ്ട്രക്ഷൻ. അങ്ങനെയാണെങ്കിൽ രണ്ട് പാരലൽ സൈഡ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ADCE എന്ത് പറയാം? ഒരു പാരലോഗ്രാം ആണെന്ന് പറയാം. ഇത് ഗിവൺ ആണ്. അതിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടിയത്? AE പാരലൽ ടു CD. AB CDക്ക് പാരലൽ ആയതുകൊണ്ട് AE CDക്ക് പാരലായി. അതുപോലെ ADക്ക് പാരലൽ ആയിട്ടാണ് നമ്മൾ CE വരയുന്നത്. അപ്പോൾ അത് കൺസ്ട്രക്ഷൻ. അപ്പോൾ ADയും Cയും പാരലായി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ADCE ഒരു പാരലോഗ്രാം ആണെന്ന്. Therefore ADCE is a parallelogram. പാരലോഗ്രാം ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? AD ഈക്വൽ ടു CE. പാരലും ആയിരിക്കും ഈക്വലും ആയിരിക്കും. അപ്പൊ AD ഈക്വൽ ടു CE എന്ന് കിട്ടി. AD CEക്ക് ഈക്വൽ ആയി. അതുപോലെ നമുക്ക് AD ഈക്വൽ ടു ഏതിന് ഈക്വൽ ആണ്? BC. AD ഈക്വൽ ടു BC എന്ന് ഗിവൺ ആണ്. AD ഈക്വൽ ടു BC. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് സൈഡ്സും ഇവിടെ ഈക്വൽ ആയി. അതായത് AD BCക്ക് ഈക്വൽ ആണെന്ന് ഗിവൺ ആണ്. AD CEക്ക് ഈക്വൽ ആണ്. കാരണം AD CE ഒരു പാരലോഗ്രാം ആണ്. അപ്പൊ ഈ രണ്ട് സൈഡും BC, ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? രണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ രണ്ടിലും AD കോമൺ ആയിട്ടുണ്ട്. അതുകൊണ്ട് BC is equal to CE ആയി. BC is equal to CE ആണെങ്കിൽ ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അതിന്റെ ബേസ് ആംഗിൾ ഇതൊരു ട്രയാംഗിൾ പോലെ വിചാരിച്ചാൽ BC is equal to CE ആയി. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ആംഗിൾസും നമുക്ക് എന്ത് പറയാം? ഈക്വൽ ആണെന്ന് പറയാം. അപ്പൊ ഇത് CBE ഈക്വൽ ടു BEC അങ്ങനെ എഴുതുന്നതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 1 2 എന്ന് കൊടുക്കാം. അതുപോലെ ഇത് 3 ഇത് 4 എന്ന് കൊടുക്കാം ആംഗിൾ. അപ്പോ BC is equal to CE ആയാൽ നമുക്ക് എങ്ങനെ പറയാം? ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 2. അതിന് റീസൺ എഴുതി ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ്. ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആണ്. അപ്പൊ ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയി. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ആംഗിൾ 4ഉം 3യും ഈക്വൽ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ രണ്ടും പാരലൽ ലൈനാണ്. AD പാരലൽ ടു EC ആണ്. അതുപോലെ AE ട്രാൻസ്വേഴ്സൽ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആംഗിൾ 1 ഇത് ആംഗിൾ 1 ആണ്. ആംഗിൾ 1 പ്ലസ് ആംഗിൾ 4 എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. നമുക്കറിയാം രണ്ട് പാരലൽ ലൈനിനെ ഒരു ട്രാൻസ്വേഴ്സൽ കട്ട് ചെയ്യുമ്പോൾ അതിന്റെ കോ ഇന്റീരിയർ ആംഗിൾസ് 180 ഡിഗ്രി ആയിരിക്കും. ഇന്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സൽ 180 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ ഒരു ലൈനിൽ ഈ ആംഗിളും ഇത് ആംഗിൾ 4 ഇത് ആംഗിൾ 1. അപ്പൊ ആ രണ്ട് ആംഗിളും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമുക്ക് എഴുതാം AD പാരലൽ ടു CE ആൻഡ് AE transversal
എ ഇ ട്രാൻസ്വേഴ്സൽ ആവുമ്പോൾ അവിടെ നമുക്ക് ആംഗിൾ 4 ഈക്വൽ ടു ആംഗിൾ 4 പ്ലസ് ആംഗിൾ 1 ഈക്വൽ ടു 180 ഡിഗ്രി. ഇത് 1 എന്ന് കൊടുക്കുക ഇക്വേഷൻ. ഇതിന്റെ റീസൺ കോ ഇന്റീരിയർ ആംഗിൾസ് ആണ്. അതുപോലെ ഇപ്പോൾ ആംഗിൾ 1 ആംഗിൾ 4ഉം 180 ഡിഗ്രി ആയി. ഇവിടെ നമുക്ക് ബി ആണ് അടുത്തത് വേണ്ടത്. ഈ രണ്ട് ആംഗിളും ആണ് ഈക്വൽ എന്ന് പ്രൂവ് ചെയ്യണം. ഇവിടെ ബി എന്ന് പറയുന്നത് എന്താണ്? ആംഗിൾ ബി എന്ന് പറയുന്നത് ആംഗിൾ 2 പ്ലസ് ആംഗിൾ 3. ഇത് രണ്ടും ഇത് ലീനിയർ പെയർ ആണ്. ആംഗിൾ 2 പ്ലസ് ആംഗിൾ 3 എങ്ങനെ എഴുതാം നമുക്ക്? ആംഗിൾ 2 പ്ലസ് ആംഗിൾ 3 ഈക്വൽ ടു 180 ഡിഗ്രി. അത് റീസൺ ലീനിയർ പെയർ. അത് ഇക്വേഷൻ 2 എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ രണ്ടും 180 വന്നു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ എന്ന് പറയും. നമുക്ക് ഫ്രം ഇക്വേഷൻ 1 and 2 ആംഗിൾ 1 പ്ലസ് ആംഗിൾ 4 ഈക്വൽ ടു ആംഗിൾ 2 പ്ലസ് ആംഗിൾ 3 എന്ന് കിട്ടി. ഇതിൽ നിന്നാണ് നമുക്ക് ഇത് കിട്ടിയത്. ആംഗിൾ 1 പ്ലസ് ആംഗിൾ 4 ഈക്വൽ ടു ആംഗിൾ 2 പ്ലസ് ആംഗിൾ 3. ഇതിൽ നമ്മൾ ആദ്യം ഇവിടെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. എന്താണ്? ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 2 ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ 1ഉം ആംഗിൾ 2ഉം ഈക്വൽ ആയില്ലേ? അത് ക്യാൻസൽ ആയി പോകും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആംഗിൾ 4 ഈക്വൽ ടു ആംഗിൾ 3. ഇതിന് റീസൺ നിങ്ങൾ ബ്രാക്കറ്റിൽ എഴുതുക. ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 2 ആയതുകൊണ്ടാണ് ആംഗിൾ 4 ഈക്വൽ ടു ആംഗിൾ 3 എന്ന് കിട്ടിയത്. ആംഗിൾ 4 ഈക്വൽ ടു ആംഗിൾ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ബി. നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്തു. ഇതിലൊന്നുമില്ല, നമ്മൾ കൺസ്ട്രക്ഷൻ കൊടുത്തു. ആദ്യം സി എ ഡിക്ക് പാരലായിട്ട് കൊടുത്തു. പിന്നെ ഇതൊരു പാരലോഗ്രാം ആയതുകൊണ്ട് എ ഡി സിക്ക് ഈക്വൽ ആണ്. പിന്നെ ഗിവൺ ആണ് എ ഡി ബി സിക്ക് ഈക്വൽ ആണെന്ന് ഗിവൺ ആണ്. അങ്ങനെയാണെങ്കിൽ എ ഡി, അതായത് ഈ രണ്ട് ലൈൻ ബി സിയും സിയും ഈക്വൽ ആവും. ബിയും സിയും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതിന്റെ ബേസ് ആംഗിൾ ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണ് നമുക്ക് ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 2 കിട്ടുന്നത്. പിന്നെ ഈ രണ്ട് പാരലൽ ലൈന് ട്രാൻസ്വേഴ്സൽ ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ 1 പ്ലസ് ആംഗിൾ 4 180 ഡിഗ്രി കിട്ടി. അതുപോലെ ആംഗിൾ ബി എന്ന് പറയുന്നത് ആംഗിൾ 2 പ്ലസ് ആംഗിൾ 3 എന്ന് പറയുന്നത് ലീനിയർ പെയർ ആണ്, 180 കിട്ടി. അപ്പൊ റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആയതുകൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആയി. അപ്പൊ നമുക്ക് ഇക്വേഷൻ ആംഗിൾ 1 പ്ലസ് ആംഗിൾ 4 ഈക്വൽ ടു ആംഗിൾ 2 പ്ലസ് ആംഗിൾ 3 കിട്ടി. ഇതിൽ ആംഗിൾ 1ഉം ആംഗിൾ 2ഉം ഈക്വൽ ആണ്. അത് ക്യാൻസൽ ആയിപ്പോയി. അപ്പൊ ആംഗിൾ 4 ഈക്വൽ ടു ആംഗിൾ 3. ആംഗിൾ 4 ഈക്വൽ ടു ആംഗിൾ 3 എന്ന് പറഞ്ഞാൽ ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ബി. അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതിൽ സെക്കൻഡ് പാർട്ട് നോക്കാം. അതിന്റെ സെക്കൻഡ് പാർട്ട് ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ ഡി എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഈ രണ്ട് ആംഗിൾ ഈക്വൽ എന്ന് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? എ ബി പാരലൽ, ഈ രണ്ട് ട്രാൻസ്ഫർ, അതായത് രണ്ടും പാരലൽ, എ ബി പാരലൽ ടു സി ഡിയും എ ഡി ട്രാൻസ്വേഴ്സൽ ആയിട്ട് എടുക്കുക. എ ബി പാരലൽ ടു സി ഡി ആൻഡ് എ ഡി ട്രാൻസ്വേഴ്സൽ. എ ഡി ട്രാൻസ്വേഴ്സൽ ആവുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആംഗിൾ ഡി പ്ലസ് ആംഗിൾ 4. ആംഗിൾ ഡി പ്ലസ് ആംഗിൾ 4 ഈക്വൽ ടു 180 കോ ഇന്റീരിയർ ആംഗിൾസ്. ഈ രണ്ട് ആംഗിളും 180 ഡിഗ്രി. അതുപോലെ എ ബി പാരലൽ ടു സി ഡി ബി സി ട്രാൻസ്വേഴ്സൽ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആംഗിൾ സി പ്ലസ് ആംഗിൾ 3. എ ബി പാരലൽ ടു സി ഡി ആൻഡ് ബി സി ട്രാൻസ്വേഴ്സൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആംഗിൾ സി പ്ലസ് ആംഗിൾ 3 ഈക്വൽ ടു 180. ഇത് 2 ഇക്വേഷൻ 1ഉം 2. ഫ്രം ഇക്വേഷൻ 1 and 2 നമുക്ക് എന്ത് പറയാം? ആംഗിൾ ഡി പ്ലസ് ആംഗിൾ 4 ഈക്വൽ ടു ആംഗിൾ 3 പ്ലസ് ആംഗിൾ സി. അതായത് ഇവിടെ ആംഗിൾ 4ഉം ആംഗിൾ 3യും ഈക്വൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അതായത് ആംഗിൾ 3 ഈക്വൽ ടു ആംഗിൾ 4 ഇത് പ്രൂവ് ചെയ്തതാണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഡി ഈക്വൽ ടു ആംഗിൾ സി. അപ്പൊ അത് രണ്ടും ക്യാൻസൽ ആയിപ്പോയി. ആംഗിൾ 3 ഈക്വൽ ടു ആംഗിൾ 4 ആവുമ്പോൾ അത് രണ്ടും ക്യാൻസൽ ആയിട്ട് നമുക്ക് എന്ത് കിട്ടി? ആംഗിൾ സി ഇസ് ഈക്വൽ ടു ആംഗിൾ ഡി. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അതിന്റെ തേർഡ് പാർട്ട് ട്രയാങ്കിൾ എ ബി സി കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ ബി എ ഡി എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിൽ നമ്മൾ ഇപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾ എ ബി സിയും ബി എ ഡി
ഇതിൽ നമുക്ക് എന്ത് കോമൺ ആയിട്ടുണ്ട്? എ ബി കോമൺ ആയിട്ടുണ്ട്. ഇൻ ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ ബി എ ഡിയിൽ ഏതാണ് കോമൺ ആയിട്ടുള്ളത്? എ ബി ഈക്വൽ ടു എ ബി കോമൺ ആണ്. രണ്ട് ട്രയാങ്കിളും വന്നു കണ്ടില്ലേ? എ ബി സി അതുപോലെ ബി എ ഡി. അപ്പൊ അതിൽ രണ്ടിലും എ ബി ഉണ്ട്. പിന്നെ എ ഡി ഈക്വൽ ടു ബി സി, അത് നമുക്ക് ഗിവൺ ആണ്. എ ഡി ഈക്വൽ ടു ബി സി. ഇപ്പൊ രണ്ട് സൈഡ് ഇവിടെ ഈക്വൽ ആയി. ഇനി നമുക്കറിയാം ആംഗിൾ എ ഏതിന് ഈക്വൽ ആണ്? ആംഗിൾ ബി ഈക്വൽ ആണ്. നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. പ്രൂവ്ഡ് എബോവ്. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെ കിട്ടി? രണ്ട് സൈഡ്സും അതിൻ്റെ എ ബിയും എ ഡിയും അതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിളും അതുപോലെ ഈ ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്സും അതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിളിനും ഈക്വൽ ആയി. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആയി. ട്രയാങ്കിൾ എ ബി സി കോൺഗ്രുവൻ്റ് ടു ട്രയാങ്കിൾ ബി എ ഡി ബൈ SAS കോൺഗ്രുവൻസ് റൂൾ. അപ്പോൾ ആ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആയി. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ നമ്മൾ പ്രൂവ് ചെയ്തു. അടുത്തത് എന്താണ്? ഡയഗണൽ എ സി ഈക്വൽ ടു ഡയഗണൽ ബി ഡി. എ സി ബി ഡിക്ക് ഈക്വൽ ആണെന്നാണ് അടുത്തത് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. എ സി is equal to ബി ഡി ബൈ സി പി സി ടി. റീസൺ എന്താണ്? ട്രയാങ്കിൾ എ ബി സി കോൺഗ്രുവൻ്റ് ടു ട്രയാങ്കിൾ ബി എ ഡി ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് സൈഡാണ് എ സി is equal to ബി ഡി. അപ്പോൾ ഡയഗണൽ എ സി ഈക്വൽ ടു ഡയഗണൽ ബി ഡി ആയി. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ചെയ്യാനുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ച് ചെയ്ത് പഠിക്കുക. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.